പിസാസ്റ്റോ സ്ക്രിപ്റ്റിൽ എന്റെ ന്യൂസ് രംഗങ്ങൾ ഉണ്ടായിരുന്നു. ചെയ്യാൻ എനിക്ക് മടി തോന്നിയില്ല. തെന്നിന്ത്യയിലെ മികച്ച നടിമാരിൽ ഒരാളായ ആൻഡ്രിയ ജെർമിയ. ഏതു തരം വേഷങ്ങളും വളരെ ഗംഭീരമായി പെർഫോം ചെയ്യുന്ന ആൻഡ്രിയ തമിഴ് സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടിയത്. അന്നയും റസൂലും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചു. ഇപ്പോഴിതാ പിസാസ്റ്റോവിനെ കുറിച്ച് ആൻഡ്രിയ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്. മാസ്ക് എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ ചടങ്ങുകളിൽ സംസാരിക്കുകയായിരുന്നു ആൻഡ്രിയ. വളരെ കാലമായി റിലീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ചിത്രമാണ് അതെന്നും പലരും എപ്പോഴും ചോദിക്കുന്ന സിനിമയാണ് പിസാസ്റ്റോ എന്നും താരം കൂട്ടിച്ചേർത്തു. ചില സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാനായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ ഒരാളാണ് മിഷ്കിൻ സാർ. അദ്ദേഹം സിനിമയെ സമീപിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു സംവിധായകൻ എന്നെ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ കഥയൊന്നും നോക്കാറില്ല. പക്ഷെ പിസാസ്റ്റോവിന്റെ കഥ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ചില രംഗങ്ങളുണ്ടെന്നും സൂചിപ്പിക്കുന്നു. കഥയുമായി ചേർന്ന് നിൽക്കുന്ന സീനാണെങ്കിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ചില സംവിധായകരുണ്ട്, നമ്മുടെ സ്കർട്ട് കുറച്ച് താഴ്ത്തിയാൽ സിനിമയ്ക്ക് കൂടുതൽ മൈലേജ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ചില ആളുകളെ എനിക്കറിയാം. എന്നാൽ പിസാസ്റ്റോവിൽ ഈ സീനിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് മടി തോന്നിയില്ല. സ്ക്രിപ്റ്റിൽ നഗ്നരംഗം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ സീൻ നമ്മൾ ചെയ്താൽ നിർമ്മാതാവിന് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ പടത്തിൽ വേറെയും ഇറോട്ടിക് രംഗങ്ങളുണ്ട്, പക്ഷെ ആദ്യം കേട്ടതുപോലെ ന്യൂഡിറ്റി ഇല്ല എന്നും ആൻഡ്രിയ പറഞ്ഞു. 2021 ആൻഡ്രിയയെ കേന്ദ്ര കഥാപാത്രമാക്കി മിഷ്കിൻ അനൗൺസ് ചെയ്ത ചിത്രമാണ് പിസാസ്റ്റോ. കോവിഡ് കാരണം ഷൂട്ട് നീണ്ടുപോയ ചിത്രത്തിന്റെ ടീസർ 3 വർഷം മുമ്പ് പുറത്തുവിട്ടതായിരുന്നു. ആൻഡ്രിയയ്ക്ക് പുറമെ വിജയ് സേതുപതി, പൂർണ, സന്തോഷ് പ്രതാപ് എന്നിവരും ചിത്രത്തിൽ ഭാഗമാണ്. 2026 ചിത്രം തിയേറ്ററുകളിലെത്തും.